ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തി ന്യൂസിലാൻഡ്. ജീവൻ മരണ പോരാട്ടമായിരുന്ന രണ്ടാം ഏകദിനത്തിൽ 7 വിക്കറ്റിനാണ് സന്ദർശകർ ഇന്ത്യയെ തകർത്തെറിഞ്ഞത്. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും 1 മുതൽ 1 വരെ എന്ന നിലയിൽ ഒപ്പമെത്തി. വാശിയേറിയ പോരാട്ടത്തിൽ എല്ലാ മേഖലകളിലും ഇന്ത്യയെ പിന്നിലാക്കുന്ന പ്രകടനമാണ് ന്യൂസിലാൻഡ് പുറത്തെടുത്തത്. ഇന്ത്യ ഉയർത്തിയ വെല്ലുവിളി സന്ദർശകർ അനായാസം മറികടക്കുകയായിരുന്നു. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് മധുരപ്രതികാരം കൂടിയായി കിവീസിന് ഈ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനുറങ്ങിയ ഇന്ത്യയ്ക്കു മികച്ച തുടക്കമാണ് രോഹിത് ഗിൽ സഖ്യം നൽകിയത്. ആദ്യ വിക്കറ്റിൽ 70 റൺസ് ടീം ടോട്ടലിലേക്ക് ചേർക്കാൻ ഇവർക്ക് കഴിഞ്ഞു. എന്നാൽ അശ്രദ്ധമായ ഒരു ഷോട്ട് കളിച്ച് രോഹിത് പുറത്തായതോടെ കിവികൾ കളിയിലേക്ക് തിരിച്ചുവന്നു. പിന്നീട് കൂട്ടത്തകർച്ചയാണ് ടീമിന് നേരിട്ടത്. 48 റൺസിനിടെ രോഹിത്, ഗിൽ, ശ്രേയസ്, കോഹ്ലി എന്നിവരെല്ലാം പുറത്തായതോടെ ഇന്ത്യ 4 വിക്കറ്റിന് 118ലേക്ക് വീണു. ഇതോടെ ടീമിന്റെ റൺറേറ്റും ഇടിഞ്ഞു. 5-ാം വിക്കറ്റിൽ രാഹുൽ ജഡേജ ജോഡി നേടിയ 73 റൺസാണ് ടീമിനെ കളിയിലേക്കു തിരികെ കൊണ്ടുവന്നത്. ജഡ്ഡു മടങ്ങിയ ശേഷം അടുത്ത വിക്കറ്റിൽ നിതീഷിനൊപ്പം 57 റൺസ് ചേർക്കാനും രാഹുലിന് കഴിഞ്ഞു. ഇതാണ് ടീമിനെ 250 കടത്തിയത്. മിച്ചലിന്റെ 8ാം സെഞ്ചുറിയും വിലിയങ്ങിന്റെ ഇന്നിംഗ്സും കിവികളുടെ വിജയം എളുപ്പമാക്കി. 47.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അവർ വിജയ റൺസ് കുറിച്ചു. 117 ബോളിൽ 11 ഫോറും 2 സിക്സറും ഉൾപ്പെട്ടതാണ് മിച്ചലിന്റെ ഇന്നിംഗ്സ്. യങ് 98 ബോളിൽ 7 ഫോറുകൾ അടിച്ചു. 3-ാം വിക്കറ്റിൽ മിച്ചൽ, യങ് ജോഡി 152 ബോളിൽ വാരിക്കൂട്ടിയ 162 റൺസാണ് മത്സരം ഇന്ത്യയിൽ നിന്നും തട്ടിയെടുത്തത്. ഒരു ഘട്ടത്തിൽ 260 റൺസ് പോലും കടക്കുമോയെന്ന് സംശയിച്ച ഇന്ത്യയെ 7 വിക്കറ്റിന് 284 റൺസ് എന്ന വിന്നിംഗ് ടോട്ടലിലെത്തിച്ചത് KL രാഹുലിന്റെ ഗംഭീര സെഞ്ചുറിയാണ്. 5-ാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം 112 റൺസുമായി പുറത്താവാതെ നിന്നു. 92 ബോളിൽ 11 ഫോറും 1 സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ 56 റൺസോടെ മികച്ച സംഭാവന നൽകി. മറ്റാരും തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ 30 റൺസ് തികച്ചില്ല. രവീന്ദ്ര ജഡേജ 27, രോഹിത് ശർമ്മ 24, വിരാട് കോഹ്ലി 23, നിതീഷ് കുമാർ റെഡ്ഡി 20 എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ.